Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് ജെനിഫർ. എൻ്റെ പേര് ജെനിഫർ എന്നാണ്. ഐ ആം 42 ഓൾഡ്. എനിക്ക് 42 വയസ്സുണ്ട്. ഐ വർക്ക് ആസ് എ ടീച്ചർ അറ്റ് എ കോളേജ്. ഞാൻ ഒരു കോളേജിൽ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയാണ്. ഐ ടീച്ച് ഹിസ്റ്ററി. ഞാൻ ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ടു മൈ സ്റ്റുഡൻസ്. എൻ്റെ വിദ്യാർത്ഥികളെ ഞാൻ ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ഐ ഷോ ദ വേൾഡ്. ഐ ആം സ്ട്രിക്റ്റ് ആൻഡ് സീരിയസ്. ഞാൻ കർക്കശക്കാരനും ഗൗരവമുള്ളവനാണെന്നും ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഞാൻ അങ്ങനെയാണ് കാണിക്കുന്നത്. നോ വൺ മസ്റ്റ് നോ മൈ റിയൽ ലൈഫ്. നോ വൺ ഒരാളും മസ്റ്റ് നോ തീർച്ചയായും അറിയരുത് മൈ റിയൽ ലൈഫ് എൻ്റെ ശരിക്കുള്ള ജീവിതം എന്താണ് എന്നുള്ളത് ഒരാളും അറിയരുത്. ബട്ട് പക്ഷേ ദർ ഈസ് എ വൺ സ്റ്റുഡൻറ്റ് ഒരു വിദ്യാർത്ഥിയുണ്ട്. ഹു ആ വിദ്യാർത്ഥി ചേഞ്ച് എവറിത്തിങ് ആ വിദ്യാർത്ഥിയെല്ലാം മാറ്റിമറിക്കുന്നു. ഹിസ് നെയിം സ്കോട്ട്. അവൻ്റെ പേര് സ്കോട്ട് എന്നാണ്. ഹീ ഈസ് 21 ഇയേഴ്സ് ഓൾഡ്. അവന് 21 വയസ്സാണ് പ്രായം. ഹീ സിറ്റ്സ്. അവൻ ഇരിക്കുന്നത് ഇൻ ദ ബാക്ക് ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിലെ ഏറ്റവും പിന്നിലെ ബെഞ്ചിലാണ് അവൻ ഇരിക്കുന്നത്. ഹീ വാച്ച്സ് മീ. അവൻ എന്നെ നിരീക്ഷിക്കുന്നു. ഐ ട്രൈ. ഞാൻ ശ്രമിക്കുന്നു നോട്ട് ടു ലുക്ക് ബാക്ക് അറ്റ് ഹിം. ഞാൻ അവനെ തിരിച്ചു നോക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. ഐ ഫീൽ എ വെരി സ്ട്രോങ് അട്രാക്ഷൻ ടു സ്കോട്ട്. സ്കോട്ടിനോട് എനിക്ക് അതിയായ ആകർഷണം തോന്നുന്നു. ഐ ഫീൽ എന്നാൽ എനിക്ക് തോന്നുന്നു. എ വെരി സ്ട്രോങ് അട്രാക്ഷൻ വളരെ ശക്തമായ ആകർഷണം, അതിയായ ആകർഷണം. ഐ നോ എനിക്കറിയാം. ദിസ് ഫീലിംഗ് ഈസ് റോങ്. ഈ തോന്നൽ തെറ്റാണ് എന്നുള്ളത് എനിക്ക് അറിയാം. ഐ ആം ഹിസ് ടീച്ചർ. ഞാൻ അവൻ്റെ അധ്യാപികയാണ്. ഹീ ഈസ് മൈ സ്റ്റുഡൻറ്റ്. അവൻ എൻ്റെ വിദ്യാർത്ഥിയാണ്. ഐ മസ്റ്റ് ബി കെയർഫുൾ. ഐ മസ്റ്റ് ബി ഞാൻ തീർച്ചയായും ആയിരിക്കണം. കെയർഫുൾ. കെയർഫുൾ എന്നാൽ ശ്രദ്ധയുള്ള. ഞാൻ തീർച്ചയായും ശ്രദ്ധയുള്ളവളായിരിക്കണം. വൺ ഡേ ഒരു ദിവസം. ഐ ഡ്രോ ഹോം ആഫ്റ്റർ ക്ലാസ്. ഡ്രൈവ് എന്നാൽ വാഹനം ഓടിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ഡ്രോവ്. വാഹനം ഓടിച്ചു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഹനം ഓടിച്ച് വീട്ടിലേക്ക് പോയി. ഐ ഡ്രോവ് ഹോം ആഫ്റ്റർ ക്ലാസ്. മൈ ഹൗസ് ഈസ് ഫാർ ഫ്രം ദ കോളേജ്. കോളേജിൽ നിന്നും എൻ്റെ വീട് ഒരുപാട് അകലെയാണ്. ഐ ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ് ആൻഡ് സാറ്റ് ഇൻ ദ ക്വയറ്റ് ഹൗസ്. ക്വയറ്റ് എന്നാൽ ശാന്തമായ എന്നുള്ള അർത്ഥമാണ്, നിശബ്ദമായ. ഞാൻ വസ്ത്രം മാറിയ ശേഷം നിശബ്ദമായ വീട്ടിൽ ഇരുന്നു. ക്വയറ്റ് ഹൗസ് എന്നാൽ നിശബ്ദമായ വീട്. സാറ്റ് എന്നാൽ ഇരുന്നു. അറ്റ് 10 o'clock ഇൻ ദി ഈവനിങ്. രാത്രി 10 മണിക്ക്. ഐ ഹേർഡ് ഞാൻ കേട്ടു. ഹിയർ എന്നാൽ കേൾക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഹേർഡ്. ഐ ഹേർഡ് ഞാൻ കേട്ടു. എ നോക്ക് ഓൺ ദ ഡോർ. രാത്രി 10 മണിക്ക് കതകിൽ മുട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. ഐ ഓപ്പൻഡ് ദ ഡോർ ഞാൻ വാതിൽ തുറന്നു. ഇറ്റ് വാസ് സ്കോട്ട്. അത് സ്കോട്ടായിരുന്നു. ഐ പുൾഡ് ഹിം ഇൻസൈഡ് ക്വിക്ക്ലി. ഐ പുൾഡ് ഞാൻ വലിച്ചു. ഹിം അവനെ ഞാൻ അവനെ വലിച്ചു. ഇൻസൈഡ് ഞാൻ അവനെ അകത്തേക്ക് വലിച്ചു. ക്വിക്ക്ലി. ക്വിക്ക്ലി എന്നാൽ പെട്ടെന്ന്. പെട്ടെന്ന് ഞാൻ അവനെ അകത്തേക്ക് വലിച്ചു. ഇൻ മൈ ഹൗസ് എൻ്റെ വീട്ടിനുള്ളിൽ. വി വേർ നോട്ട് ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ്. എൻ്റെ വീട്ടിനുള്ളിൽ ഞങ്ങൾ അധ്യാപികയും ഞാൻ അധ്യാപികയും അവൻ വിദ്യാർത്ഥിയും ആയിരുന്നില്ല. വി വേർ ജസ്റ്റ് ജെനിഫർ ആൻഡ് സ്കോട്ട്. ഞങ്ങൾ സ്കോട്ടും ജെനിഫറും ആയിരുന്നു. ഞങ്ങൾ അധ്യാപികയും വിദ്യാർത്ഥിയും ആയിരുന്നില്ല എൻ്റെ വീട്ടിനുള്ളിൽ. ഹീ സ്മൈൽഡ് അറ്റ് മീ. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു. ഐ കിസ്ഡ് ഹിം. ഞാൻ അവനെ ചുംബിച്ചു. വി ഹാവ് ബീൻ മീറ്റിംഗ് ലൈക്ക് ദിസ് ഫോർ 1 month. വി ഹാവ് ബീൻ മീറ്റിംഗ് ഞങ്ങൾ തമ്മിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് ദിസ് ഇതുപോലെ. ഫോർ 1 month ഒരു മാസത്തോളമായിട്ട് ഇതുപോലെ ഞങ്ങൾ തമ്മിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വി നെവർ മീറ്റ് ഞങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടാറില്ല. ഇൻ പബ്ലിക് പ്ലേസസ് പൊതുസ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും തമ്മിൽ കണ്ടുമുട്ടാറില്ല. വി നെവർ സ്പീക്ക് ഞങ്ങൾ ഒരിക്കലും സംസാരിക്കാറില്ല. അറ്റ് സ്കൂൾ സ്കൂളിൽ വെച്ച് ഞങ്ങൾ ഒരിക്കലും സംസാരിക്കാറില്ല. വി സാറ്റ് ഞങ്ങൾ ഇരുന്നു. ഓൺ മൈ സോഫ ഞങ്ങൾ എൻ്റെ സോഫയിൽ ഇരുന്നു. ഐ ഹെൽഡ് ഞാൻ പിടിച്ചു. ഹിസ് ഹാൻഡ് ഞാൻ അവൻ്റെ കൈ പിടിച്ചു. ഐ ഹെൽഡ് ഹിസ് ഹാൻഡ്. സ്കോട്ട് മേക്സ് മീ ഫീൽ അലൈവ്. അവൻ എനിക്ക് സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടുത്തുന്നു. യൂഷ്വലി സാധാരണയായി സ്കോട്ട് ലീവ്സ് ബിഫോർ മിഡ്നൈറ്റ്.
സാധാരണയായിട്ട് സ്കോട്ട് അർദ്ധരാത്രിക്ക് മുമ്പേ പോകാറുണ്ട്. ഹി യൂസസ് ദ ബാക്ക് സ്ട്രീറ്റ് ടു വോക്ക് ഹോം. അവൻ പിറകിലെ വഴിയാണ് ഉപയോഗിക്കാറ്. ടു വോക്ക് ഹോം, അവൻ വീട്ടിലേക്ക് പോകാൻ പിറകിലെ വഴി ആണ് ഉപയോഗിക്കാറ്. സോ അങ്ങനെയാണെങ്കിൽ പിൻവഴിയിലൂടെ പോകുകയാണെങ്കിൽ നോ നെയ്ബർ ക്യാൻ സീ ഹിം ലീവിങ് മൈ ഹൗസ്. ഒരു അയൽവാസിക്കും അവൻ അവിടെ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും പോകുന്നത് കാണാൻ സാധിക്കുകയില്ല. സോ നോ നെയ്ബർ ക്യാൻ സീ ഹിം ലീവിങ് മൈ ഹൗസ്. ഒരു അയൽവാസിക്കും കാണാൻ സാധിക്കുകയില്ല ആ വഴിയിലൂടെ അവൻ പോകുകയാണെങ്കിൽ, എൻ്റെ വീട്ടിൽ നിന്നും പോകുകയാണെങ്കിൽ. ബട്ട് പക്ഷേ ടുനൈറ്റ്, ഇന്ന് രാത്രി, ഹി കുഡ് നോട്ട് ഗോ ഔട്ട്സൈഡ്, അവന് പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല. ഇറ്റ് വാസ് റെയിനിങ് ഹാർഡ്, ശക്തമായി മഴ പെയ്യുകയായിരുന്നു. ഐ ഫെൽറ്റ് ടയേർഡ്, എനിക്ക് ക്ഷീണം തോന്നിയിരുന്നു. ആഫ്റ്റർ ദ ലോങ് ഡേ, നീണ്ട ദിവസത്തെ ജോലികൾക്ക് ശേഷം ഞാൻ ക്ഷീണിതയായിരുന്നു, എനിക്ക് ക്ഷീണം തോന്നിയിരുന്നു. സ്കോട്ട് ലുക്ക്ഡ് അറ്റ് മീ, സ്കോട്ട് എന്നെ നോക്കി. ഐ ന്യൂ, എനിക്കറിയാമായിരുന്നു. ഹീ വാണ്ടഡ് ടു സ്റ്റേ ദ നൈറ്റ്, അവൻ രാത്രി അവിടെ തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഐ ന്യൂ, എനിക്കറിയാമായിരുന്നു. വി വേർ സേഫ് ഇൻസൈഡ് മൈ ഹൗസ്, എൻ്റെ വീട്ടിനുള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. വി വേർ സേഫ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ് ഫോർ നൗ, ഇപ്പോൾ ഞങ്ങൾ തൽക്കാലത്തേക്ക് പുറം ലോകത്തിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരായിരുന്നു. ഐ ലുക്ക്ഡ് അറ്റ് സ്കോട്ട്, ഞാൻ സ്കോട്ടിനെ നോക്കി. ഐ സെഡ്, ഞാൻ പറഞ്ഞു. സ്റ്റേ, ഇവിടെ താമസിക്കുക. ഹീ സ്മൈൽഡ്, അവൻ പുഞ്ചിരിച്ചു. വി സാറ്റ് ഓൺ മൈ സോഫ, ഞങ്ങൾ എൻ്റെ സോഫയിൽ ഇരുന്നു. വി ടോക്ക്ഡ് അബൌട്ട് അവർ ലൈഫ്സ് ആൻഡ് അവർ ഫ്യൂച്ചർ, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചു. വി ഷെയർഡ് അവർ ഡ്രീംസ്, ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പങ്കുവച്ചു. സ്കോട്ട് ലുക്ക്ഡ് ഇൻ ടു മൈ ഐസ് ആൻഡ് സെഡ്, സ്കോട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ലവ് യു ജെനിഫർ, ജെനിഫർ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൈ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ്, എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. ഐ ഹാഡ് ട്രൈഡ് ടു സ്റ്റോപ്പ് മൈ ലവ് ഫോർ ഹിം ഫോർ മെനി വീക്സ്. ഫോർ മെനി വീക്സ് എന്നാൽ ഒരുപാട് ആഴ്ചകളോളമായിട്ട്. ഐ ഹാഡ് ട്രൈഡ് എന്നാൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആഴ്ചകളോളം അവനോടുള്ള എൻ്റെ പ്രണയം അടക്കി വെക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ബട്ട് പക്ഷേ ഐ വാസ് ടയേർഡ് ഓഫ് റണ്ണിങ് അവേ ഫ്രം ദ ട്രൂത്ത്, സത്യത്തിൽ നിന്ന് ഓടിയൊളിച്ച് എനിക്ക് മടുത്തിരുന്നു. റണ്ണിങ് അവേ ഫ്രം ദ ട്രൂത്ത് എന്നാൽ സത്യത്തിൽ നിന്ന് ഓടിയൊളിക്കുക എന്നുള്ള അർത്ഥമാണ്. സത്യത്തിൽ നിന്നും ഓടിയൊളിക്കൽ. ഐ സെഡ്, ഞാൻ പറഞ്ഞു. സ്കോട്ട്, വെൻ ഐ ആം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ഐ ആം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കുന്ന സമയത്ത്. ഐ ഫീൽ ഫ്രീ, എനിക്ക് സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നു. ഞാൻ സ്വതന്ത്രയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നിൻ്റെ കൂടെ ആയിരിക്കുന്ന സമയത്ത്. ഐ നോ ദാറ്റ്, എനിക്കറിയാം അത്. ദ വേൾഡ് സേസ്, ലോകം പറയുന്നു. ദിസ് ഈസ് റോങ് ഫോർ അസ്, മറ്റുള്ളവർ പറയുന്നത്. ഇവിടെ വേൾഡ് സേസ് എന്നാൽ മറ്റുള്ളവർ പറയുന്നത് എന്നുള്ള അർത്ഥം. മറ്റുള്ളവർ പറയുന്നത് ഇത് നമുക്ക് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നത് എന്ന് എനിക്കറിയാം. ബട്ട് ഫോർ മീ, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, ദിസ് ഈസ് ദ ഓൺലി റിയൽ ലവ് ഐ ഹാഡ് എവർ നോൺ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ശരിയായിട്ടുള്ള സ്നേഹം ഇതാണ്. ഐ ഹാവ് എവർ നോൺ എന്നാൽ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ള എന്നുള്ള അർത്ഥം. ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ഇതാണ് അർത്ഥം. ഓൺലി റിയൽ ലവ്, ഏക യഥാർത്ഥമായിട്ടുള്ള സ്നേഹം. സ്കോട്ട് ഹെൽഡ് മീ, സ്കോട്ട് എന്നെ പിടിച്ചു. ഇൻ ഹിസ് ആംസ്, അവൻ്റെ കൈകളിൽ അവൻ എന്നെ പിടിച്ചു. ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി. വി സ്ലപ്റ്റ്, ഞങ്ങൾ ഉറങ്ങി. ഇൻ മൈ ബെഡ്റൂം, എൻ്റെ ബെഡ്റൂമിനുള്ളിൽ ഞങ്ങൾ ഉറങ്ങി. സ്ലീപ്പ് എന്നാൽ ഉറങ്ങുക, അതിൻ്റെ പാസ്റ്റാണ് സ്ലപ്റ്റ്, ഉറങ്ങി. ദ നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ. ഐ വോക്കപ്പ്, ഞാൻ ഉറക്കമുണർന്നു. സ്കോട്ട് വാസ് സ്ലീപ്പിംഗ് നെക്സ്റ്റ് ടു മീ. നെക്സ്റ്റ് ടു എന്നാൽ അടുത്ത് എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് ടു മീ എന്നാൽ എൻ്റെ അടുത്തായിട്ട്. സ്കോട്ട് എൻ്റെ അടുത്ത് ഉറങ്ങുകയായിരുന്നു. മൈ ഹാർട്ട് ഫെൽറ്റ് ഹെവി വിത്ത് ഫിയർ. വിത്ത് ഫിയർ എന്നാൽ ഭയം കൊണ്ട്. ഭയം കാരണം എൻ്റെ ഹൃദയത്തിന് ഭാരം അനുഭവപ്പെട്ടതായിട്ട് തോന്നി. വി കുഡ് നോട്ട് ഹൈഡ്, ഞങ്ങൾക്ക് ഒളിപ്പിച്ചു വയ്ക്കാൻ സാധിച്ചില്ല. അവർ സീക്രട്ട്, ഞങ്ങളുടെ രഹസ്യം. ഇൻ ദ ലൈറ്റ്, ഇൻ ദ ലൈറ്റ് എന്നാൽ വെളിച്ചത്തിൽ. വെളിച്ചത്തിൽ ഞങ്ങളുടെ രഹസ്യം മറച്ചു വെക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല.
ഇവിടെ ഇൻ ദ ലൈറ്റ് എന്നതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നുള്ള അർത്ഥമാണ്, പരസ്യമായി ആളുകൾക്കിടയിൽ. സ്കോട്ട് ഗോട്ട് ഡ്രസ്ഡ്. സ്കോട്ട് വസ്ത്രം മാറി. ഫാസ്റ്റ് പെട്ടെന്ന് സ്കോട്ട് വസ്ത്രം ധരിച്ചു. മൈ ഹാൻഡ്സ് വേർ ഷേക്കിംഗ്. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വി ടോക്ട് അബൌട്ട് ഹൗ ഹി നീഡഡ് ടു ലീവ് ദ ഹൗസ്. വി ടോക്ട് അബൌട്ട് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചു. ഹൗ ഹി നീഡഡ് ടു ലീവ് ദ ഹൗസ്. അവൻ എങ്ങനെ വീട്ടിൽ നിന്ന് പോകണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. അവൻ വീട്ടിൽ നിന്നും പോകേണ്ടതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ലീവ് എന്നാൽ ഇവിടെ അർത്ഥം പോകുക എന്നുള്ള അർത്ഥമാണ്. ഹി നീഡഡ് ടു ലീവ് ദ ഹൗസ്. അവൻ വീട്ടിൽ നിന്ന് പോകേണ്ടതുള്ളതിനെക്കുറിച്ച്. ഹി മസ്റ്റ് ഗോ ഔട്ട്. അവൻ തീർച്ചയായും വീട്ടിൽ നിന്ന് പോകണം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഹി മസ്റ്റ് ഗോ ഔട്ട് ദ ബാക്ക് ഡോർ സോ നോ വൺ കുഡ് സീ ഹിം. നോ വൺ കുഡ് സീ ഹിം എന്നാൽ അവനെ ഒരാളും കണ്ടേക്കില്ല എന്നുള്ള അർത്ഥമാണ്. അവൻ പിറകുവശത്തെ വാതിലിലൂടെ പുറത്തേക്ക് പോകണം, അങ്ങനെയാണെങ്കിൽ ഒരാളും അവനെ കണ്ടേക്കില്ല. ദ സ്റ്റോം ഫ്രം ദ നൈറ്റ് ബിഫോർ വാസ് ഫിനിഷ്ഡ്. ദ നൈറ്റ് ബിഫോർ എന്നുള്ള അതിൻ്റെ അർത്ഥം മുൻ രാത്രി എന്നുള്ള അർത്ഥമാണ്, ഇന്നലത്തെ രാത്രി. വാസ് ഫിനിഷ്ഡ് എന്നാൽ അവസാനിച്ചിരുന്നു. തലേന്ന് രാത്രിയിലെ കൊടുങ്കാറ്റ് അവസാനിച്ചിരുന്നു. സ്റ്റോം എന്നാൽ കൊടുങ്കാറ്റ്. നൗ ഇപ്പോൾ ദ നെയ്ബേഴ്സ് വേർ ഔട്ട്സൈഡ്. ഇപ്പോൾ അയൽവാസികൾ പുറത്താണ്. ദേ വേർ ക്ലീനിങ് ദെയർ ഗാർഡൻ. അവർ അവരുടെ പൂന്തോട്ടം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വി ട്രൈഡ് ഞങ്ങൾ ശ്രമിച്ചു. ടു ആക്ട് അഭിനയിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അഭിനയിക്കാൻ ശ്രമിച്ചു. ലൈക്ക് എന്നാൽ പോലെ. ലൈക്ക് എവരിത്തിങ് വാസ് നോർമൽ. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ പെരുമാറാൻ ഞങ്ങൾ ശ്രമിച്ചു. ഐ വെൻറ്റ് ടു ദ കിച്ചൺ ആൻഡ് മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല വായിക്കുക, ബ്രേക്ക്ഫാസ്റ്റ്. ഐ വെൻറ്റ് ടു ദ കിച്ചൺ. ഞാൻ അടുക്കളയിലേക്ക് പോയി. ആൻഡ് മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി പ്രഭാത ഭക്ഷണം ഉണ്ടാക്കി. മെയ്ഡ് എന്നാൽ ഉണ്ടാക്കി. ഐ വെൻറ്റ് എന്നാൽ ഞാൻ പോയി. വി സാറ്റ് അറ്റ് ദ ടേബിൾ ടുഗദർ എന്നാൽ ഒരുമിച്ച്. വി സാറ്റ് ഞങ്ങൾ ഇരുന്നു. അറ്റ് ദ ടേബിൾ ഞങ്ങൾ ടേബിളിൽ ഇരുന്നു. ടുഗദർ ഞങ്ങൾ ഒരുമിച്ച് ടേബിളിൽ ഇരുന്നു. ഐ തോട്ട് അബൌട്ട് മൈ ജോബ് അറ്റ് ദ കോളേജ്. ഐ തോട്ട് ഞാൻ ചിന്തിച്ചു. എബൌട്ട് മൈ ജോബ് അറ്റ് ദ കോളേജ് കോളേജിലെ എൻ്റെ ജോലിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഐ തോട്ട് ഞാൻ ചിന്തിച്ചു. എബൌട്ട് മൈ സീക്രട്ട് ലൈഫ് എൻ്റെ രഹസ്യമായ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഇഫ് എനിവൺ ന്യൂ എബൌട്ട് സ്കോട്ടിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അറിവ് ലഭിക്കുകയാണെങ്കിൽ, ഇഫ് എനിവൺ ന്യൂ എബൌട്ട് സ്കോട്ടിനെ പറ്റിയിട്ട് ആരെങ്കിലും അറിയുകയാണെങ്കിൽ, ഐ കുഡ് ലൂസ് എവരിത്തിങ് എന്നാൽ എല്ലാം, ലൂസ് എന്നാൽ നഷ്ടമാവുക. സ്കോട്ടിനെ പറ്റിയുള്ള കാര്യം ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം നഷ്ടമായേക്കും. ഐ കുഡ് ലൂസ് എവരിത്തിങ് എൻ്റെ എല്ലാം നഷ്ടമായേക്കും. ലൂസ് എന്നാൽ നഷ്ടമാകുക. സ്കോട്ട് സ്റ്റുഡ് അപ്പ് സ്കോട്ട് എഴുന്നേറ്റു. ഹി ഹാഡ് ടു ഗോ അവന് പോകണമായിരുന്നു. അവന് പോകണമായിരുന്നു. ഹി പ്രോമിസ്ഡ് അവൻ വാക്കു തന്നു. ടു കോൾ മീ ലേറ്റർ അവൻ എന്നെ പിന്നീട് വിളിക്കുമെന്ന് അവൻ എനിക്ക് വാക്കു തന്നു. ഹി ഓപ്പൺഡ് ദ ബാക്ക് ഡോർ അവൻ പിറകുവശത്തെ വാതിൽ തുറന്നു. സ്കോട്ട് സ്റ്റെപ്ഡ് ഔട്ട്സൈഡ് ആൻഡ് ക്ലോസ്ഡ് ദ ഡോർ ബിഹൈൻഡ് ഹിം സ്കോട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നിലെ വാതിൽ അടച്ചു. ഐ നീഡഡ് ടു സീ എനിക്ക് കാണണമായിരുന്നു, എനിക്ക് നോക്കണമായിരുന്നു. ഇഫ് ഹി വാസ് സേഫ് അവൻ സുരക്ഷിതനാണോ എന്ന് എനിക്ക് നോക്കണമായിരുന്നു. ഐ ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ വിൻഡോ ജനലിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കി. ഐ സോ സ്കോട്ട് വാക്കിംഗ് അവേ സ്കോട്ട് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. ദെൻ ഐ ഫ്രോസ് ആ സമയം ഞാൻ മരവിച്ചു പോയി. സ്കോട്ട് നടന്നു പോകുന്നത് ഞാൻ കണ്ടു, പിന്നെ ഞാൻ സ്തംഭിച്ചു പോയി. മൈ നെയ്ബർ എൻ്റെ അയൽവാസി മിസ്സിസ് തോംസൺ വാസ് സ്റ്റാൻഡിങ് നിൽക്കുകയായിരുന്നു. ഇൻ ഹെർ ഗാർഡൻ അവളുടെ പൂന്തോട്ടത്തിൽ മിസ്സിസ് തോംസൺ നിൽക്കുകയായിരുന്നു. എൻ്റെ അയൽവാസിയായിട്ടുള്ള മിസ്സിസ് തോംസൺ. ഷീ വാസ് ലുക്കിംഗ് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് മൈ ബാക്ക് ഡോർ എൻ്റെ പിറകുവശത്തെ വാതിലിലേക്ക് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷീ സോ സ്കോട്ട് ലീവ് ദ ഹൗസ് സ്കോട്ട് വീട്ടിൽ നിന്ന് പോകുന്നത് അവൾ കണ്ടു. ലീവ് എന്നാൽ ഇവിടെ പോകുക എന്നുള്ള അർത്ഥമാണ്. ഹെർ ഐസ് ബിക്കെയിം വൈഡ് അവളുടെ കണ്ണുകൾ വിടർന്നു. ഷീ ന്യൂ അവൾക്ക് അറിയാമായിരുന്നു. സ്കോട്ട് വാസ് നോട്ട് മൈ ഫാമിലി സ്കോട്ട് എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയല്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഷീ ന്യൂ അവൾക്കറിയാമായിരുന്നു. ഹി വാസ് ടു യങ് അവന് വളരെ ചെറുപ്പമാണെന്നും അവൾക്ക് അറിയാമായിരുന്നു. ഷീ അണ്ടർസ്റ്റുഡ് അവൾക്ക് മനസ്സിലായി.
ദ സീക്രട്ട് ഇമ്മീഡിയറ്റ്ലി. അവൾക്ക് പെട്ടെന്ന് രഹസ്യം മനസ്സിലായി. ലേറ്റർ, പിന്നീട്. ലേറ്റർ ദാറ്റ് ഡേ, ആ ദിവസം കുറച്ച് കഴിഞ്ഞതിന് ശേഷം. മിസ്സിസ് തോംസൺ കെയിം ടു മൈ ഡോർ, അവൾ എൻ്റെ വാതിലിനടുത്തേക്ക് വന്നു. ഐ ഓപ്പൺഡ് ഇറ്റ്, ഞാൻ വാതിൽ തുറന്നു. ഷീ ഡിഡ് നോട്ട് സ്മൈൽ, അവൾ പുഞ്ചിരിച്ചില്ല. ഷീ ലുക്ക്ഡ് അറ്റ് മീ, അവൾ എന്നെ നോക്കി. വിത്ത് സീരിയസ് ഐസ്, ഗുരുതരഭാവമുള്ള കണ്ണുകളോടെ അവൾ എന്നെ നോക്കി. ഷീ സെഡ്, അവൾ പറഞ്ഞു. ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു. ദിസ് മോർണിംഗ്. ദിസ് മോർണിംഗ് എന്നാൽ ഇന്ന് രാവിലെ എന്നുള്ള അർത്ഥമാണ്. ഐ സോ ഹിം ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ ഞാൻ അവനെ കണ്ടു. ടുഡേ മോർണിംഗ് എന്ന് പറയാറില്ല, ദിസ് മോർണിംഗ് എന്നാണ് പറയുക. ഐ നോ ദാറ്റ് ബോയ്, ആ പയ്യനെ എനിക്ക് അറിയാം. ഹീ ഈസ് വൺ ഓഫ് യുവർ സ്റ്റുഡൻസ്, നിൻ്റെ വിദ്യാർത്ഥികളിലെ ഒരു വിദ്യാർത്ഥിയാണവൻ. അറ്റ് ദ കോളേജ്, കോളേജിലെ നിൻ്റെ വിദ്യാർത്ഥികളിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണവൻ. മൈ ഹാർട്ട് സ്റ്റോപ്പ്, എൻ്റെ ഹൃദയം നിലച്ചു. ഐ കുഡ് നോട്ട് സ്പീക്ക്, എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. മിസ്സിസ് തോംസൺ സെഡ്, മിസ്സിസ് തോംസൺ പറഞ്ഞു. ദിസ് ഈസ് വെരി സീരിയസ്, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ദിസ് കൈൻഡ് ഓഫ് തിങ്, ഇതുപോലത്തെ കാര്യങ്ങൾ ക്യാൻ ഡിസ്ട്രോയ് യുവർ ലൈഫ്. ഡിസ്ട്രോയ് എന്നാൽ നശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ നിൻ്റെ ജീവിതം നശിപ്പിച്ചേക്കും. ജെനിഫർ, യു മസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് നൗ. യു മസ്റ്റ് സ്റ്റോപ്പ്, നീ തീർച്ചയായും നിർത്തണം. ഇതുപോലത്തെ കാര്യങ്ങൾ നൗ, ഇപ്പോൾ തന്നെ നീ ഇത് നിർത്തണം. വെൻ ഷീ ഫൈനലി ലെഫ്റ്റ്, അവസാനം അവൾ പോയ സമയത്ത്. ഐ ക്ലോസ് ദ ഡോർ, ഞാൻ വാതിൽ അടച്ചു. മൈ ഐസ് വെർ ഫുൾ ഓഫ് ടീയേഴ്സ്, എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഐ ന്യൂ, എനിക്ക് മനസ്സിലായി, എനിക്കറിയാമായിരുന്നു. ഷി വാസ് റൈറ്റ്, അവൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഐ വാസ് എ ടീച്ചർ ആൻഡ് സ്കോട്ട് വാസ് മൈ സ്റ്റുഡൻറ്റ്, ഞാൻ അവൻ്റെ അധ്യാപികയായിരുന്നു, അവൻ എൻ്റെ വിദ്യാർത്ഥിയുമായിരുന്നു. ദിസ് ലവ് വാസ് റോങ്, ഈ പ്രണയം തെറ്റായിരുന്നു. ദാറ്റ് ഈവനിങ്, അന്ന് വൈകുന്നേരം. വി മെറ്റ് അറ്റ് ദ പാർക്ക്, ഞങ്ങൾ പാർക്കിൽ വച്ച് കണ്ടുമുട്ടി. സ്കോട്ട് സെഡ്, സ്കോട്ട് പറഞ്ഞു. ഐ ലവ് യു ജെനിഫർ, ജെനിഫർ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ കനോട്ട് ലിവ്, എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. വിത്തൗട്ട് യു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. വി ക്യാൻ റൺ അവേ ടുഗദർ, ടുഗദർ എന്നാൽ ഒരുമിച്ച്. വി ക്യാൻ റൺ അവേ ടുഗദർ, നമുക്ക് ഒരുമിച്ച് ഒളിച്ചോടാം. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഐ ലവ് യു ടു സ്കോട്ട്, സ്കോട്ട് ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു. യു മേക്ക് മീ ഫീൽ സ്പെഷ്യൽ, നീ എന്നെ വളരെ പ്രത്യേകതയുള്ളയാളായി തോന്നിക്കുന്നു. നിന്റെ സാന്നിധ്യം എന്നെ വളരെ വിലപ്പെട്ട ആളായി അനുഭവിപ്പിക്കുന്നു. പക്ഷേ നൗ വി മസ്റ്റ് സ്റ്റോപ്പ്, ഇപ്പോൾ നമ്മൾ തീർച്ചയായും ഇത് നിർത്തണം. മിസ്സിസ് തോംസൺ നോസ് അബൌട്ട് അസ്, മിസ്സിസ് തോംസന് നമ്മളെക്കുറിച്ച് അറിയാം. യു നീഡ് ടു ഫിനിഷ് യുവർ എഡ്യൂക്കേഷൻ, നീ നിൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കണം. യു നീഡ് എ ഗുഡ് ഫ്യൂച്ചർ, നിനക്കൊരു നല്ല ഭാവി വേണം. ആൻഡ് ഐ നീഡ് മൈ ജോബ്, എനിക്ക് എൻ്റെ ജോലിയും വേണം. സ്കോട്ട് ലുക്ക് ഡൗൺ, സ്കോട്ട് താഴേക്ക് നോക്കി. ഹി ഡിഡ് നോട്ട് ഫൈറ്റ് മീ, അവൻ എന്നോട് തർക്കിച്ചില്ല. ഹി സിംപ്ലി ഹെൽഡ് മീ, അവൻ എന്നെ ശാന്തമായി ചേർത്ത് പിടിച്ചു. അവൻ എന്നെ ചേർത്ത് പിടിക്കുക മാത്രമാണ് ചെയ്തത്, അവൻ എന്നോട് വഴക്കിട്ടില്ല. ബിഫോർ ഹി വോക്ക്ഡ് അവേ, അവൻ നടന്നു പോകുന്നതിന് മുമ്പ്. ഐ മെയ്ഡ് എ പ്രോമിസ്, ഞാൻ ഒരു വാക്കു കൊടുത്തു. അവൻ നടന്നു പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്കു കൊടുത്തു. ഐ സെഡ്, ഞാൻ പറഞ്ഞു. ഗോ നൗ, ഇപ്പോൾ പോകുക. ഫിനിഷ് എവറിത്തിങ് യു നീഡ് ടു ഡു, നിനക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർക്കുക. ഐ പ്രോമിസ്, ഞാൻ വാക്കു നൽകുന്നു. ഐ വിൽ വെയിറ്റ് ഫോർ യു, നിനക്കു വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന് ഞാൻ വാക്കു നൽകുന്നു. ഐ വിൽ വെയിറ്റ്, ഞാൻ കാത്തിരിക്കും. അൻറ്റിൽ, അൻറ്റിൽ എന്നാൽ അതുവരെ. ഐ വിൽ വെയിറ്റ് അൻറ്റിൽ ദ ഡേ വി ക്യാൻ ബി ടുഗദർ വിത്തൗട്ട് ഫിയർ. വിത്തൗട്ട് ഫിയർ എന്നാൽ ഭയമില്ലാതെ. അൻറ്റിൽ ദ ഡേ എന്നാൽ ആ ദിവസം വരെ. വി ക്യാൻ ബി ടുഗദർ, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്നതുവരെ. ഭയമില്ലാതെ നമുക്ക് ഒരുമിച്ചാകാൻ കഴിയുന്ന ദിവസം വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. 5 years passed, 5 വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഐ കണ്ടിന്യൂ ടു വർക്ക്, ഞാൻ ജോലി ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. ആസ് എ ടീച്ചർ അറ്റ് ദ സ്മോൾ കോളേജ്, ആ ചെറിയ കോളേജിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നത് ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. ആസ് എ ടീച്ചർ എന്നാൽ അധ്യാപികയായിട്ട്. ഐ ലീവ്ഡ്, ഞാൻ ജീവിച്ചു. ഇൻ മൈ ഹൗസ്, എൻ്റെ വീട്ടിനുള്ളിൽ. അലോൺ, അലോൺ എന്നാൽ തനിച്ച്. ഞാൻ തനിച്ച് എൻ്റെ വീട്ടിൽ ജീവിച്ചു. ഐ റിമെമ്പേർഡ് സ്കോട്ട് ഓഫൺ, ഞാൻ അവനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടായിരുന്നു.
സ്കോട്ട് ഹാഡ് ലെഫ്റ്റ് ദ സിറ്റി ടു ഫിനിഷ് ഹി സ്റ്റഡീസ്. സ്കോട്ട് അവൻ്റെ പഠനം പൂർത്തിയാക്കാൻ അവൻ നഗരം വിട്ടു പോയിരുന്നു. ഹി വാസ് എ ബോയ്. അവൻ ഒരു പയ്യനായിരുന്നു, ഒരു ബാലനായിരുന്നു. വെൻ വി ഫസ്റ്റ് മേറ്റ്. ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ സമയത്ത് അവൻ ഒരു ബാലനായിരുന്നു. നൗ ഹി വാസ് എ ഗ്രോൺ മാൻ. ഇപ്പോൾ അവൻ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുരുഷനായിരിക്കുന്നു. സംടൈംസ്, ചില സമയങ്ങളിൽ, ഐ വറീഡ് ദാറ്റ് ഹി ഫോർഗോട്ട് മീ. ചിലപ്പോഴൊക്കെ അവൻ എന്നെ മറന്നുപോയോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടിരുന്നു. ബട്ട് എന്നാൽ, ഐ കെപ്റ്റ് മൈ പ്രോമിസ്. എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു. ഐ കണ്ടിന്യൂ ടു വെയിറ്റ് ഫോർ ഹിം. ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുന്നത് തുടർന്നു. 5 years, 5 വർഷങ്ങൾ, ഈസ് എ വെരി ലോങ് ടൈം. 5 വർഷങ്ങൾ ഒരു നീണ്ട കാലയളവാണ്. ടു വെയിറ്റ് ഫോർ എ പേഴ്സൺ. ഒരാൾക്ക് വേണ്ടിയിട്ട് 5 വർഷം കാത്തിരിക്കുക എന്നുള്ളത് വളരെ നീണ്ട സമയമാണ്. വൺ ആഫ്റ്റർനൂൺ, ഒരു ദിവസം ഉച്ചതിരിഞ്ഞുള്ള സമയത്ത്, ഐ ഹേർഡ്, ഞാൻ കേട്ടു, എ നോക്ക് അറ്റ് ദ ഫ്രണ്ട് ഡോർ. മുൻവാതിലിൽ ഞാൻ ഒരു മുട്ട് കേട്ടു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞുള്ള സമയത്ത് മുൻവാതിലിൽ ഞാൻ ഒരു മുട്ട് കേട്ടു. ഐ ഓപ്പൺഡ് ഇറ്റ്, ഞാൻ വാതിൽ തുറന്നു. മൈ ഹാർട്ട് സ്റ്റോപ്ഡ്, എൻ്റെ ഹൃദയം നിലച്ചു. ഇറ്റ് വാസ് സ്കോട്ട്, അത് സ്കോട്ടായിരുന്നു. ഹി വാസ് ടോളർ ആൻഡ് മോർ ഹാൻസം. ഹാൻസം എന്നാൽ സുമുഖനായ, ടോളർ എന്നാൽ ഉയരമുള്ള. അവൻ കൂടുതൽ പൊക്കമുള്ളവനും സുമുഖനുമായിരിക്കുന്നു. സ്കോട്ട് ലുക്ക്ഡ് അറ്റ് മീ. സ്കോട്ട് എന്നെ നോക്കി. ഹി ഡിഡ് നോട്ട് കെയർ അബൌട്ട് ദ നെയ്ബേഴ്സ്. അവൻ അയൽപ്പക്കത്തുള്ളവരെ കാര്യമാക്കിയില്ല. ഹി പുൾഡ് മീ ക്ലോസ്. അവൻ എന്നെ അടുത്തേക്ക് വലിച്ചു. ഹി പുൾഡ് മീ ക്ലോസ്. അവൻ എന്നെ അടുത്തേക്ക് വലിച്ചു. ആൻഡ് കിസ്ഡ് മീ. എന്നിട്ട് അവൻ എന്നെ ചുംബിച്ചു. ഭയം വിട്ടുപോയിരുന്നു. സ്കോട്ട് സെഡ്. സ്കോട്ട് പറഞ്ഞു, ഐ ടോൾഡ് യു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ഐ വുഡ് കം ബാക്ക്. ഞാൻ തിരിച്ചു വന്നേക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു. ഐ കെപ്റ്റ് മൈ പ്രോമിസ്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. ഞാൻ അവനെ ശക്തമായി ചേർത്തു പിടിച്ചു. വി വേർ ഫൈനലി ടുഗദർ. ടുഗദർ എന്നാൽ ഒരുമിച്ച്, ഫൈനലി എന്നാൽ അവസാനം. അവസാനം ഞങ്ങൾ ഒരുമിച്ചായി. ആൻഡ് വി വേർ ഫ്രീ. ഒടുവിൽ ഞങ്ങൾ ഒരുമിച്ചായി. എല്ലാ ഭയങ്ങളിൽ നിന്നും ഞങ്ങൾ മോചിതരായി. വി വേർ ഫ്രീ എന്നാൽ ഞങ്ങൾ സ്വതന്ത്രരായി എന്നുള്ള അർത്ഥം. ഇവിടെ അർത്ഥം എല്ലാ ഭയങ്ങളിൽ നിന്നും ഞങ്ങൾ മോചിതരായി എന്നുള്ള അർത്ഥമാണ്. ദ ലോങ് വെയിറ്റ്, നീണ്ട കാലത്തോളമായിട്ടുള്ള കാത്തിരിപ്പ്. ഡിഡ് നോട്ട് കിൽ അവർ ലവ്. ഞങ്ങളുടെ പ്രണയത്തെ, നീണ്ട കാലമായിട്ടുള്ള കാത്തിരിപ്പ് കൊന്നില്ല, ഇല്ലാതെയാക്കിയില്ല. ഇറ്റ് മെയ്ഡ് അവർ ലവ് സ്ട്രോങ്ങർ. നീണ്ടകാലമായിട്ടുള്ള കാത്തിരിപ്പ് ഞങ്ങളുടെ പ്രണയത്തെ കൂടുതൽ ശക്തമാക്കി. ഞങ്ങളുടെ സ്നേഹം സത്യസന്ധമായതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ദ കോളേജ് കുഡ് നോട്ട് ഫയർ മീ നൗ. ഫയർ എന്നാൽ ഇവിടെ അർത്ഥം പുറത്താക്കുക എന്നുള്ള അർത്ഥമാണ്. ജോലിയിൽ നിന്നും പിരിച്ചുവിടുക. ഇനി കോളേജിൽ നിന്നും എന്നെ പിരിച്ചുവിടാൻ സാധിക്കില്ല. സ്കോട്ട് വാസ് നോട്ട് മൈ സ്റ്റുഡൻറ്റ് എനി മോർ. സ്കോട്ട് ഇനി എൻ്റെ വിദ്യാർത്ഥിയല്ല. വി കുഡ് വോക്ക് ഡൗൺ ദ സ്ട്രീറ്റ് ഹോൾഡിംഗ് ഹാൻഡ്സ്. ഹോൾഡിംഗ് ഹാൻഡ്സ് എന്നാൽ കൈകൾ പിടിച്ചുകൊണ്ട്, സ്ട്രീറ്റ് എന്നാൽ തെരുവ്. വി കുഡ് വോക്ക് എന്നാൽ ഞങ്ങൾക്ക് നടക്കാൻ സാധിക്കും അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു, ഇതൊക്കെയാണ് അർത്ഥം. കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തെരുവിലൂടെ സ്വതന്ത്രമായി നടക്കാൻ സാധിക്കുമായിരുന്നു. സ്കോട്ട് സെഡ്. സ്കോട്ട് പറഞ്ഞു, ഹി നെവർ സ്റ്റോപ്ഡ് തിങ്കിങ് എബൌട്ട് മീ. ഹി നെവർ സ്റ്റോപ്ഡ്. അവൻ ഒരിക്കലും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല തിങ്കിങ് എബൌട്ട് മീ. എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരിക്കലും സ്കോട്ട് നിർത്തിയിട്ടില്ലായിരുന്നു എന്ന് അവൻ പറഞ്ഞു. അവർ സ്റ്റോറി വാസ് ഡിഫിക്കൽട്ട് ആൻഡ് ഫുൾ ഓഫ് പെയിൻ. ഞങ്ങളുടെ ജീവിതകഥ കഷ്ടപ്പാടുകളും വേദനയും നിറഞ്ഞതായിരുന്നു. ബട്ട് എന്നാൽ, വി ഫോട്ട് ദ വേൾഡ്. ഫൈറ്റ് എന്നതിൻ്റെ പാസ്റ്റാണ് ഫോട്ട്. ആൻഡ് വി വൺ. വിൻ എന്നാൽ വിജയിക്കുക, അതിൻ്റെ പാസ്റ്റാണ് വൺ. ഇത് വൺ എന്ന് വായിക്കരുത്, വൺ എന്ന് വായിക്കണം. വൺ, വിൻ, വൺ. വി വൺ എന്നാൽ ഞങ്ങൾ വിജയിച്ചു. ഞങ്ങൾ ലോകത്തോട് പൊരുതി, അതാണ് അർത്ഥം. വി ഫോട്ട്, ഞങ്ങൾ പൊരുതി ദ വേൾഡ്, ലോകത്തോട് ഞങ്ങൾ പൊരുതി. ആൻഡ് വി വൺ, പൊരുതി, ലോകത്തോട് പൊരുതി ഞങ്ങൾ വിജയിച്ചു. ഞങ്ങളുടെ ജീവിതകഥ കഷ്ടപ്പാടുകളും വേദനയും നിറഞ്ഞതായിരുന്നു. എന്നാൽ ഞങ്ങൾ ലോകത്തോട് പൊരുതി അവസാനം വിജയം നേടി. വി ചോസ് ഈച്ച് അതർ അഗെയിൻ. വി ചോസ് ലവ്. വി ചോസ് ഈച്ച് അതർ അഗെയിൻ. ഞങ്ങൾ വീണ്ടും പരസ്പരം തിരഞ്ഞെടുത്തു. വി ചോസ് ലവ്.
ഞങ്ങൾ സ്നേഹത്തെ തിരഞ്ഞെടുത്തു. ഞങ്ങൾ വീണ്ടും പരസ്പരം തിരഞ്ഞെടുക്കുകയും സ്നേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു.